ഓണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും നിധിയും അത്തം തൊട്ട് തിരുവോണം വരെ അടിയാണ്. വേറെ ഒന്നുമല്ല, അത്തപ്പൂവിൻ്റെ ഡിസൈനെ ചൊല്ലിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എന്നെക്കാട്ടിലും മുൻപേ റെഡി ആയിട്ട് നിൽക്കുകയാണ് നിധിക്കുട്ടി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് വീട്ടിലുള്ള പൂക്കളൊക്കെ കൊണ്ട് അത്തപ്പൂക്കളിടാം. ഈ പൂവൊക്കെ പറിക്കാൻ എന്ത് കഷ്ടപ്പാടാണല്ലേ. അമ്മ പണ്ടിങ്ങനെ പറയാറുണ്ടേ, പണ്ട് പൂ പറിക്കാൻ പോയ കഥ. ഇത്രയൊക്കെ ആണെങ്കിലും നമ്മുടെ കൂട്ടത്തിലെ കൊമ്പൻ എന്ന് പറഞ്ഞാൽ ഈ കൃഷ്ണഗിരിയുടെ ഇല്ലാത്ത ദിവസങ്ങളിലെല്ലാം അന്നത്തെ രാജാവ് ദേ ഈ കൃഷ്ണഗിരിയുടെ ആയിരിക്കെ. ചിലരിതിനെ 6 ചെടി എന്ന് പറയാറുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇതിൽ നിന്ന് ഒന്നും രണ്ടും എടുത്തുകൊണ്ട് പോയാൽ അത്തപ്പൂക്കൾ ഇടലൊന്നും നടക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒടിച്ചെടുത്തു. ഇത് കാണുമ്പം നിധിക്ക് ഒരു സാധനം ഓർമ്മ വരും. അത് തന്നെ നമ്മുടെ ഈ ഘോഷയാത്രയിൽ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ തുള്ളില്ലേ, അത് തന്നെ. നമ്മളെ മയക്കിക്കളയുന്ന മണം കൊണ്ട് പിച്ചാൻ പോലും തോന്നാത്തൊരു ചെടിയാണ് കേട്ടോ. ചാണകം തളിക്കാതെ എന്ത് അത്തപ്പൂ അല്ലേ. അപ്പം അപ്പുറത്ത് പശു ഉള്ളതുകൊണ്ട് ഈ ചാണകത്തിനൊന്നും ഇവിടെ പഞ്ഞം വരാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കഷ്ടപ്പെട്ട് പോയി ചാണകമൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പോഴാണ് ഞാനൊരു നഗ്നസത്യം മനസ്സിലാക്കിയത്. കാരണം കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ചാണകം വേണമായിരുന്നു എന്ന്. അപ്പം എൻ്റെ തത്രപ്പാടുകൾ കണ്ടിട്ട് അമ്മ പറഞ്ഞു ഞാൻ തന്നെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു പ്രോയാണ് കേട്ടോ എൻ്റെ അമ്മ. അതുകൊണ്ട് അമ്മയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. നിധി വന്നതിന് ശേഷമുള്ള എല്ലാ ഓണത്തിലും ആദ്യം പൂ വെക്കേണ്ടത് നിധിയുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. അതവൾ ആർക്കും വിട്ടു തരാറുമില്ല. പിന്നെ കുറച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ആ പരിപാടി അങ്ങോട്ട് തുടങ്ങി കേട്ടോ. പിന്നെ എൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും അവൾ ശ്രദ്ധിക്കാറില്ല. കാരണം കലാവാസന എന്നെക്കാട്ടിൽ ഒരുപാട് കൂടുതലാണ് അവൾക്ക്. അപ്പം അവളുടെ രീതിക്കാണ് അത്തപ്പൂക്കളെ ഇടാറും അത് അവസാനിപ്പിക്കാറും. ഇതിലെ യുക്തിയോ ഡിസൈൻ്റെ ഭംഗിയോ പൂവിടേണ്ട രീതിയോ ഒന്നും ആരും ചോദിക്കരുത്. 6 വയസ്സുള്ളൊരു കുട്ടിയുടെ കല മാത്രമാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. അപ്പോൾ അവൾ അവളുടെ ഇഷ്ടത്തിന് ചെയ്യുമ്പം അതിനൊരു ഭംഗിയുണ്ടെന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അവസാനം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു അത്തപ്പൂക്കളാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അവളുടെ ഡിസൈനൊക്കെ ഞാൻ പറഞ്ഞില്ലേ എന്നെക്കാട്ടിലും ബുദ്ധി അവൾക്കാണെന്ന്. അപ്പം ഇത്രയുള്ള അവിടെ കുട്ടി ഡിസൈൻ. ടാറ്റാ.